എല്ലാവർക്കും നമസ്കാരം. ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണവിഭവങ്ങളിലെ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ശർക്കര ഉപ്പേരിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് ചെയ്യുന്നത്. ചിലയിടങ്ങളിൽ ഇതിന് ശർക്കര വരട്ടി എന്ന് പറയാറുണ്ട്. ഇവിടെ ഇതിന് ശർക്കര ഉപ്പേരി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 4 നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മൂപ്പെത്തിയിട്ടുള്ള നേന്ത്രക്കായയാണ് നമ്മൾ ഇതിനായിട്ട് എടുക്കേണ്ടത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുക്കാം. ആദ്യം ഈ 2 വശവും ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു ഭാഗത്തെ തൊലി കത്തി കൊണ്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി കത്തിയുടെ ആവശ്യമില്ല. അതുപോലെ കൈ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ അടർത്തിയെടുക്കാം. തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് വെച്ചിട്ട് തോരനൊക്കെ ഉണ്ടാക്കാം. ഇതുപോലെ നടുവിൽ കൂടി നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിത് കുറച്ചൊരു കനത്തിൽ വേണം മുറിച്ചെടുക്കാൻ. വേണമെങ്കിൽ ഇതിലും കനം കുറച്ചുകൂടി ഒന്ന് കുറയ്ക്കാം. ഇതിലും കൂടി പോകണ്ട. എല്ലാതും ഒരേ വലുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാതും ക്രിസ്പി ആവാതെ ചിലത് മാത്രം ഉള്ളിൽ ചെറിയ സോഫ്റ്റോട് കൂടിയിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുള്ള കുറച്ച് വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കായൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണെങ്കിൽ കായലുള്ള കറയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇത് വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. എന്നിട്ടിത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം. ഞാനിവിടെ 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. എളുപ്പത്തിൽ ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കാം. അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഒരു 1/4 ഗ്ലാസോളം മതിയാവും. ശർക്കര ഉരുക്കിയിട്ട് ഇതുപോലെ മുകളിൽ വരുന്ന പത ശർക്കരയിലുള്ള അഴുക്കാണ്. നമ്മളത് മാക്സിമം എടുത്ത് കളയണം. ഇനി ഇതിൽ കരടും കല്ലൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി കായെല്ലാം വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ കായ ഇട്ട് കൊടുക്കാം. ഓയിലാണെങ്കിൽ ഇത് വറുത്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ വെളിച്ചെണ്ണയിലാകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. ആദ്യം നമുക്കിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടാം. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊരു മീഡിയത്തിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നാലേ ഇതിൻ്റെ ഉള്ളെല്ലാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ഈ ഒരു കളർ വന്നാൽ മാത്രം പോരാ. ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ടോയെന്ന് അറിയാൻ ഒരെണ്ണം എടുത്തിട്ടൊന്ന് പൊട്ടിച്ച് നോക്കിയാൽ മതി. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി വറുത്തെടുക്കാം. ഇനി കായ നന്നായിട്ട് ചൂടാറണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതുണ്ടാക്കാനായിട്ട് അടിഭാഗം കട്ടിയുള്ള ഏതെങ്കിലും പാത്രം വേണം എടുക്കാൻ. ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളിയാണ്. ഉരുളിയിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാനി നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചിട്ട് കുറച്ചും കൂടി ഒരു തിക്കായിട്ട് വരും. അതുവരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല പാകമായി വന്നിട്ടുണ്ട്. വറുത്ത് വെച്ചിട്ടുള്ള കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. ശർക്കരപ്പാനി കുറച്ചും കൂടി ഒന്ന് വറ്റി കായലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, പിന്നെ 2-3 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, പിന്നെ 2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. ഇത്രയും സാധനങ്ങളാണ് ഫ്ലേവറിനായിട്ട് വേണ്ടത്. ഇനി പൊടികളൊക്കെ ചേർക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ 3 ഫ്ലേവറുകളും നമുക്കിതിൽ വേണം. പക്ഷേ കുറച്ചും കൂടി ഒരു മുൻപന്തിയിൽ നിൽക്കേണ്ടത് ചുക്കുപൊടിയുടെ ഫ്ലേവർ തന്നെയാണ്. ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ചതും 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ചൂടാറുന്നത് വരെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര ഉപ്പേരി നിങ്ങൾക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.